ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നല്ല ലുക്കല്ലേ? ഞാൻ മുണ്ടെടുത്തിട്ടാ വന്നേക്കുന്നത്. ഇന്ന് ഓഫീസിലെ ഓണപരിപാടിയാണ് ഗൈസ്. സോ ഇവക്ക് സാരി ഒന്നും ഇല്ല, വെറുതെ എന്തോ വീട്ടിലിടുന്ന ഏതോ ഒരു നോർമൽ ഡ്രസ് ഇട്ട് വന്നേക്കുന്നു. ഞാൻ നല്ല സൂപ്പറായിട്ട് കളറായിട്ട് വന്നേക്കുന്നതിന് മുണ്ടൊക്കെ എടുത്ത് സെറ്റ് ആയില്ലേ? ഇത് ഫുൾ വ്യൂ ആണെങ്കിൽ ഞാൻ പുറത്തിറങ്ങണം. അത് ഇറങ്ങുമ്പോ കാണിച്ചു തരാം. ഇപ്പൊ പുറത്തിറങ്ങിയ ഇപ്പൊ മഴയാണ്, പക്ഷെ ഇന്ന് നല്ല മഴയാണ്. മോർണിംഗ് രാവിലെ തൊട്ട് നല്ല മഴയാണ്. പിന്നെ ദിവസം എങ്ങനെയാന്ന് നമുക്ക് കുറെ ഓണപരിപാടിയൊക്കെ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല. മഴയാണെങ്കിൽ എല്ലാം നല്ല പണിയുണ്ട്. ഓണപരിപാടിക്ക് ഞാൻ പോവും, ഇവള് വരില്ല ചിലപ്പോ. ഇവക്ക് വലിയ എന്താ പണിയുണ്ടെന്നൊക്കെ പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻസ് 2K25 ക്യൂബേഴ്സ് ഓണം സെലിബ്രേഷൻ അല്ലേ? പിന്നെ ഇന്ന് കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പതിയെ കാണിക്കാം. ഇവള് വെറുതെ വന്നേക്കുന്നതല്ല, ഇവള് സാരി എടുത്തിട്ട് വന്നേക്ക്. സാരി ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് വന്നേക്കുന്നു. പാർലറിൽ വന്നേക്ക്. അവര് 9 മണിക്ക് എത്താൻ പറഞ്ഞു. എന്റെ ഒരു ആത്മാർത്ഥത കൊണ്ട് ഒരു 8:40 നേരത്തെ ആയിപ്പോയി കുറച്ച്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഇവനുള്ളപ്പോ. എന്തോ ഇന്ന് വെനിച്ചിരി ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ബ്ലോക്ക് നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തു, അതുകൊണ്ടാണ് അത്ര നേരത്തെ എത്തിയത്. സോ ഇവിടുന്ന് സാരി എടുത്തിട്ട് നമുക്ക് കാണിക്കാം. സാരി ഉടുക്കുമ്പോ കാണിക്കാം. എനിക്ക് സാരി ഉടുക്കാൻ അറിയാത്തോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. മുണ്ടൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മുണ്ട് അഴിഞ്ഞു പോവോ എന്തോ, മുണ്ട് എടുക്കാൻ അറിഞ്ഞിട്ടൊക്കെ ആണ് എടുത്തത്. എന്താണ്, എനിക്ക് മുണ്ട് എടുക്കാനും അറിയാം, അത് മടക്കി കുത്താനും അറിയാം. ബെൽറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഞാൻ ബെൽറ്റ് ഒന്നും ഇട്ടിട്ട് വെച്ചിട്ടില്ല, പിന്നെ കുത്തിയതാണോ? എനിക്ക് മുണ്ട് എടുക്കാനൊക്കെ അറിയാം, ഞാൻ എടുക്കാത്ത. ചിലപ്പോ ബാക്കിയുള്ളവർക്ക് അതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഇപ്പൊ ഇന്നേ വരെ മുണ്ടെടുത്ത് കണ്ടിട്ടില്ല, പക്ഷെ ഇന്നും വേറെ ലെവലാ. ഞാൻ ഓക്കെ, ബാക്കിയുള്ളതൊക്കെ പതിയെ കാണിക്കാം ഗൈസ്. പാർലറിൽ ആരെങ്കിലും വരുമോ നോക്കാം. എന്താ നിന്റെ വീക്ക്നെസ്? ടിഷ്യൂ ആണോ? ഓക്കെ, നമ്മള് ഹെയർ ട്രിക്സിലാണ് വന്നേക്കുന്നല്ലേ? ആളെത്തിയില്ലല്ലേ? ഇവിടെ ആരും വന്നിട്ടില്ല, ഒരാൾ വന്ന് ഷോപ്പ് തുറന്നുള്ളൂ. നമ്മളെന്താ തുറക്കാൻ വന്ന പോലെ ഉണ്ടായിരുന്നു. 9 മണി എന്ന് പറയുമ്പോൾ 8:45 അങ്ങനെ. സാധാരണ ഈ ഇവിടെ വരുവാണെങ്കിൽ ത്രെഡ് ചെയ്യാൻ അടയ്ക്കാൻ നേരത്താണ് നമ്മള് നേരെ ഓപ്പോസിറ്റ് തുറക്കുന്ന സമയത്താണ്. എന്താ ആരാ? സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആദ്യം കളക്കാണ്ട് നേരെ നിക്ക്. മുടി അയച്ചിട, എന്നാലും പൊട്ടി മനസ്സിലാവും. എന്ത് നോക്കി നോക്കാൻ? ഞാനെന്തിനാ നോക്കി നോക്കണം? എന്തേ നിക്കുന്നില്ല? ശ്രദ്ധിക്കണം. ഓക്കെയാണോ? ടൈറ്റ് ഒക്കെ എന്നില്ലേ? അഴിഞ്ഞു പോവോ? നോർമലി നടക്കുന്ന പോലെ നടന്നാ മതി. ഞാൻ നടക്കുന്നില്ല, സ്പീഡ് ആൻഡ്. സാരി ആണോ നല്ലത്, മുണ്ടാണോ? ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ നിക്കണോ? കഴിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാനുള്ള?
ഓണം മൂടായോ? ഓണം മൂടായോ? ഏത് മൂഡ്? ഓണം മൂഡ്. ഈ മേക്കപ്പും കൂടെ ചെയ്തിട്ട് പോയാൽ പരിപാടി തീർന്നു, ഓഫീസിൽ പോവാം. ഓ, ചെവിയിൽ എന്തൊക്കെ തൂക്കിട്ടിട്ടുണ്ടല്ലോ. മതി 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 മതി, ആള് വരുന്നു. ഇവിടെ ഡാൻസ് കളിച്ചിട്ട് തകർക്കാലോ. കഴിഞ്ഞില്ലേ? പോവാ. നമ്മൾ ഓഫീസിൽ നിന്ന് ചുമ്മാ സൈഡാക്കിയിട്ട് ഇറങ്ങി. എന്ത് സൈഡാക്കിട്ട് ഇറങ്ങി? സൈഡായിട്ട് ഇറങ്ങിയത്. എന്താ മഴ എന്നറിയോ? ഈ ബ്ലോക്ക് ഉണ്ടോ? നല്ല മഴ, നല്ല ബ്ലോക്ക്. സെലിബ്രേഷൻ ചെയ്യാൻ നമ്മൾ ഒരുങ്ങി വന്നോണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കണല്ലോ. പക്ഷെ വർക്ക് ഉണ്ട്, അതിന്റെ കൂടെ നല്ല മഴയുണ്ട്. ഒരു അരമണിക്കൂറുണ്ട് സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. കാണിച്ചരാ മഴ ഫുള്ള് ബ്ലോക്ക്. ഈ സൈഡ് റൈറ്റ് സൈഡ് കാണിക്കും. ഇത് നമ്മള് ഇൻഫോ പാർക്ക് അങ്ങ് വരെ ബ്ലോക്ക് ആക്കും. എന്താടാ ഞാൻ വണ്ടിയിൽ ഓടിക്കുന്നേ? ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് വേറെ റൂട്ട് പിടിക്കാം കേട്ടോ. ഇന്ന് ഏത് റൂട്ട്? എടച്ചിറ വഴി കൂടെ ഒരു റൂട്ട് കാണിക്കുന്നുണ്ട്. മുകളിലേക്കും ബ്ലോക്കാണ്. എടച്ചിറയാണ് ഏറ്റവും ബ്ലോക്ക് ഉള്ളത്. അല്ല, അവിടെ ബ്ലോക്ക് ഇല്ലല്ലോ, വെറുതെ ഒരു വണ്ടി കയറാൻ. ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ഓക്കെ, ഇത് ഓഫീസിലേക്ക് പോകുന്ന ബ്ലോക്കാണ് ഗൈസ്. മുകളിൽ എടച്ചിറന്ന് മുകളിലേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു. മാത്രം നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഫുഡ് കഴിക്കുമ്പോഴേക്ക് എത്തി. അതെ, ഫുള്ള് വെള്ളം കയറി ഗൈസ്. തിരിച്ചു വരുമ്പോ നമ്മള് കാർ അവിടെ ഇട്ട് തോണി ഇറക്കുന്നുണ്ട്. അതെ, മഴയില് എന്തിനാ ഇവര് ഓണം സെലിബ്രേഷൻ വെച്ചത്? നേരത്തെ കഷ്ടപ്പെടുന്നു ഗൈസ്. ഒരു കൊച്ചൊക്കെ ഇവള് പറഞ്ഞത്, അതെ, നമ്മള് ലുലുവില് സൈബർ ടവർ 1 നമ്മള് ഓഫീസിന് അവിടെ നിന്നപ്പോ ഒരു കൊച്ചു മഴയിൽ നനഞ്ഞ് കുളിച്ച് ചെരുപ്പൊക്കെ പൊട്ടിയാണ് ഓഫീസിലേക്ക് വന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ് ഇവിടെ സംഭവിക്കുന്നത്. ഇവളൊക്കെ രാവിലെ ഒരു 8 മണിക്ക് 7 മണിക്ക് അവിടുന്ന് കാർ എടുത്ത് ഇറങ്ങി. എന്നിട്ട് എത്തിയത് 10 മണിക്കാണ്, 10-10:30. ഇത്ര കഷ്ടപ്പെട്ടാണ് എല്ലാരും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇവിടെ. എന്നിട്ട് നോക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ മഴ. ഒന്നാമതേ ബ്ലോക്കാണ്, പിന്നെ മഴ, ബ്ലോക്ക്. കുളിക്കാതെ നീയൊക്കെ നനഞ്ഞ് കുളിക്കുമല്ലോ. നമ്മള് വണ്ടി എടുക്കാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു ഗൈസ്. ഇനി അടുത്ത പാർക്കിംഗ് കൊണ്ടുപോയിട്ട് അവിടെ നടക്കേണ്ടി വരും. വലിയ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പൊ ഇത് തന്നെ നമ്മൾ എന്തോ ഒരു സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ റോഡ് ഫുള്ള് വെള്ളം ചാടുന്നടാ. അതെ, ഈ റോഡൊക്കെ സീനാണ്. നമ്മൾ ഈ കോസ്റ്റ്യൂം എങ്ങനെ അവിടെ എത്തിക്കും അറിഞ്ഞൂടാ. സാരി കഴിഞ്ഞു പോയാ സീനായിരിക്കും ഗൈസ്. നമ്മൾ ഹാളിലെത്തി. ഇവിടെ പ്രോഗ്രാം ഹാളിൽ ഭയങ്കര നോയ്സ് ഉണ്ടാവും. സോ ഐ വിൽ ബി പോസ്റ്റിംഗ് ദിസ് വീഡിയോ. ഓക്കെ, ഇതാണ് നമ്മുടെ പൂക്കളം. നമ്മുടെ മാവേലി ഇവിടെ ഉണ്ട്. മാവേലിന്റെ കൂടെ ആരൊക്കെയോ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മുകളിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശപ്പാണ് അല്ലേ? ഞാൻ ഒന്നുമേ കഴിച്ചിട്ടില്ല ഇതുവരെ. ഫുഡ് കഴിച്ചിട്ട് കഴുകണമെന്നുണ്ട്. സദ്യന്റെ ഇല ഇട്ടിട്ടുണ്ട്. മീൻ ചോറ് വരാനുണ്ട്. നമ്മൾ കോഴിക്കോടുകാർക്കുണ്ടല്ലോ, ഈ സദ്യന്റെ കൂടെ ഒരു മീൻ വറുത്തതല്ലേ, ഒരു ചിക്കൻ വറുത്തതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഈ വെജ് എങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നതാ. പക്ഷേ ഞങ്ങൾ സദ്യ എങ്ങനെയാണ് ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൈഡിലൊരു നോൺ വെക്കും ഗൈസ്. കോഴിക്കോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. കോഴിക്കോട് മാത്രമല്ല, ഞങ്ങൾ മലബാറുകാർ അങ്ങനെയാണ് ഗൈസ്. എന്നാലേ നമുക്കൊരു തൃപ്തി ആവുള്ളൂ. എത്ര പായസം കുടിച്ചാലും പപ്പടം എന്നിട്ട് ഒന്നും കാര്യമില്ല, ഒരു നോൺ അതിന്റെ സൈഡിൽ വേണം ഗൈസ്. കണ്ടോ, അവൾ ആട്ടുന്നുണ്ടോ? കൊച്ചിയിൽ ഇങ്ങനെയാണ്. നീ കൊച്ചി വന്ന കൊച്ചിക്കാരി പോലെ ബുദ്ധിമുട്ടാ. ഒരു ഉണക്കമീൻ വറുത്തിട്ട് ബോക്സിലിട്ടെടുത്ത് കൊണ്ടുവരായിരുന്നു ഗൈസ്മെന്റെ സിനിമയെ കണ്ട പോലെ. എടാ നീ ഷുഗർ കട്ടല്ലേ? നീ എന്താ തിന്നേ? ഷുഗർ ഫ്രീയാ? പരിപ്പ്. നെക്സ്റ്റ് സാമ്പാർ വന്നിട്ടുണ്ട് ഗൈസ്. സാമ്പാർ
സാമ്പാറാണോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാ മീൻകറിയാന്ന് ഞാൻ പറഞ്ഞു പോകും. മീൻകറിയോ? ആ ചോറ് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ബോളിന്റെ കൂടെ പാലട പായസം. ഇത് ബോളിലൂടെ അതിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കഴിച്ചോടെ എനിക്ക് ഇത് പിടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കഴിക്കുന്നതാണ്. പക്ഷേ ഞാൻ പഴം പപ്പട കഴിക്കും. ബോളിയും പാലട പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ആരുമില്ല ഗൈസ്, പടം മാത്രം. നമുക്ക് ബംഗാലീസിനെ വല്ലതും വിളിക്കാം. ഇതാണ് നമ്മളെ സജിൻ ബ്രോ. ക്യൂബസിലെ മെയിൻ ആളാണ്, ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. അതെ, ഇതുപോലത്തെ ഞാൻ കേട്ടിട്ടില്ല. കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ്. താഴേക്ക് ചെരുപ്പില്ലെന്ന് കുളിച്ചു വിട്ടിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു വന്നു. ഓണപരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ നിന്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്താ സദ്യയൊക്കെ കഴിച്ചിട്ട്? നമ്മള് വിശന്നിട്ടേ ഒരു ഷവർമയും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു. വിശന്നിട്ടല്ല, അവന് സദ്യ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ്, എന്തോ ഒരു പാർട്ട്, ഒരു ചെറിയ നോൺ വെജ് മിസ്സിങ് ഉണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഷവർമയും കൂടെ വാങ്ങി കഴിച്ചു. ചായ കുടിക്കാൻ വന്നു, ചായ കുടിച്ചു, ഷവർമയും കൂടെ കഴിച്ചു. അപ്പൊ ഷവർമേന്റെ കൂടെ ഒരു ലൈമും കൂടെ ഫ്രീ ഉണ്ടെന്ന്. പക്ഷെ നമുക്കത് കുടിക്കാൻ പറ്റുന്നില്ല അല്ലേ? നല്ല ഷുഗറാ, നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. അത് കോംപ്ലിമെന്ററി അതിന്റെ കൂടെ കിട്ടിയതാ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അല്ലേ? ഒരു ചായയൊക്കെ കുടിച്ചു. ചെറിയ പൊടിയുന്ന ഒരു മഴയുണ്ട്. അപ്പൊ ഇനി പ്ലാൻ ഒന്നുമില്ല. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, കുറച്ച് പണി കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് സത്യത്തിലില്ലേ, ഓണം പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്കൊരു വീക്കെൻഡ് മോഡ് വരുന്നത്. നമ്മള് സ്കൂള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂള് പഠിക്കുമ്പോ ലാസ്റ്റ് ഡേ ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം ഉണ്ടാവില്ലല്ലോ. ഇന്ന് തേഴ്സ്ഡേ ആയിട്ടുള്ള അതൊരു ആ മൂഡിലേക്ക് എത്തുന്നില്ല. നാളെ വീക്കെൻഡ് ആണ് എന്നുള്ളൊരു തോട്ടാണ്. ഓക്കെ, ചെറിയ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. വീട്ടിൽ പോകാൻ തോന്നുന്നു. എന്തായാലും പണി തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. സോ bye guys.